70 വയസ്സായവർക്കുള്ള ഇൻഷുറൻസ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ ഇൻഷുറൻസിൽ എങ്ങനെ അംഗമാവാം എന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് കാണണേ. നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് ഈ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞാലാണ് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. ഇതാണ് 70 വയസ്സായവർക്കുള്ള കാർഡ്. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ആയുഷ്മാൻ വേ വന്ദന കാർഡ് എന്നാണ്. ഇതിൽ നമ്മുടെ ഫോട്ടോ കാണാം, അതേപോലെ മുഴുവൻ ഡീറ്റെയിൽസ് കാണാം, പിന്നെ ID നമ്പർ, ഇൻഷുറൻസ് ID നമ്പർ കാണാം, അതുപോലെ QR കോഡ് കാണാം. നമ്മുടെ കേരളത്തിൽ ഇത് അറിയപ്പെടുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് ബെനിഫിഷ്യറി NHA എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആദ്യം വരുന്ന ലിങ്ക് എന്ന് പറയുന്നത് PMJY ബെനിഫിഷ്യറി പോർട്ടൽ എന്നാണ്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇതിൽ നമ്മൾ ആദ്യം കാണുന്ന ലിങ്ക് വേണം ക്ലിക്ക് ചെയ്യാൻ. ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് വരിക. ഇവിടെ നമ്മൾ 2 ഓപ്ഷൻ കാണാം, ബെനിഫിഷ്യറിയും അതുപോലെ തന്നെ ഓപ്പറേറ്ററും. ഇതിൽ ബെനിഫിഷ്യറി വേണം സെലക്ട് ചെയ്യാൻ. നെക്സ്റ്റ് കാണുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അത് നമ്മളിവിടെ തെറ്റാതെ കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡും കൂടെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് സീനിയർ സിറ്റിസൻ്റെ ക്ലിക്ക് ഹിയർ ടു എൻറോൾ എന്നുള്ള ഒരു ഇത് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ആധാർ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആധാർ നമ്പറും അതുപോലെ താഴെ കാണുന്ന ക്യാപ്ച കോഡും തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വലതുഭാഗത്ത് കാണുന്ന സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ താഴെ കാണുന്നതായിരിക്കും. ഈ ഡീറ്റെയിൽസിൻ്റെ വലതുവശത്തോട്ട് വന്നാൽ നമ്മുടെ കാർഡ് സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്നുള്ള മെസ്സേജ് കാണാം. തൊട്ടടുത്ത് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഏരോ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ കാർഡിൻ്റെ PDF ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് നമുക്ക് അക്ഷയയിലോ മറ്റോ പോയിട്ട് പ്രിൻ്റ് എടുത്തിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.